ദുബായിലുള്ള മലയാളികളുടെ ഇഷ്ട പ്ലേസായ കരാമയിലെ ഒരു നോമ്പുതുറയുടെ വിശേഷവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ നോമ്പുതുറ എൻ്റെ ഫ്രണ്ട് രേഷ്മയുടെയും ഫാമിലിയുടെയും കൂടെയായിരുന്നു. കരാമയിലുള്ള മലബാർ ടിഫിൻ ഹൗസ് റെസ്റ്റോറൻ്റാണ് ഇഫ്താറിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത് ഒരു 6 o'clock ആയതുകൊണ്ട് തന്നെ ഇഫ്താറിൻ്റെ സമയവുമാണല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഒരു ടേബിൾ ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇഫ്താറിൻ്റെ ഒരു സ്പെഷ്യൽ ബോക്സ് വാങ്ങിച്ചായിരുന്നു. അതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ഈ ഒരു ബോക്സിൽ. അപ്പം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുവിധപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ ഈ ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറുകടികൾ, കട്ട് ഫ്രൂട്ട്സ്, ബിരിയാണി, വാട്ടർ, ജ്യൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഞാൻ മിസ് വീട്ടിൽ മിസ് ചെയ്യണമെന്ന് വെച്ചാൽ തരിക്കഞ്ഞി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ തരിക്കഞ്ഞി എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ തരിക്കഞ്ഞി പോലും ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറയുടെ സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളികളുണ്ട്. അപ്പോൾ ബാങ്ക് വിളിയൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ ഐറ്റംസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് വിളിക്കാനായിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. നമ്മൾ പുറത്തു പോയാണ് നോമ്പ് തുറക്കണമെങ്കിൽ, അഥവാ നമ്മൾ വീട്ടിലല്ലാണ്ട് റെസ്റ്റോറൻറ്റിൽ വല്ലതും ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഫ്താറിൻ്റെ ഒരു പാക്ക് തന്നെ വാങ്ങണമായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ വാങ്ങിച്ച പാക്കിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതേപോലത്തെ ഒരു പാക്ക് തന്നെ വാങ്ങണമായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഓരോന്ന് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. വന്നിരിക്കുന്നത് എവിടെ? കരാമയിൽ ഇഫ്താറിനാണ് വന്നേക്കണം. അത് വേറെ ആരുമായിട്ടല്ല വന്നേക്കണം. നമ്മുടെ സ്വന്തം മമ്മി, സ്വന്തം ദേഷ്മയുടെ ഹസ്ബൻഡ് അപ്പു, അവരുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഇഫ്താറിൻ്റെ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. നോക്കിക്കോളൂ. ബാങ്ക് വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു ഈന്തപ്പഴം എടുത്തിട്ട് നോമ്പ് തുറന്നായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം അവർ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ച അതും നോർമൽ വാട്ടർ തന്നെയാണ് അവർ വെച്ചേക്കണമെന്നാണ് വിചാരിച്ച്. പിന്നെ ഞാൻ നാരങ്ങ വെള്ളം കണ്ടത് അവസാനമാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാരങ്ങ വെള്ളം കണ്ടത്. എത്രാമത്തോട്ടം? രണ്ടാമത്തെ തവണ. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ വീണ്ടും കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വെച്ച് നമ്മൾ ഒരുമിച്ചൊക്കെ നോയമ്പൊക്കെ ഒരുമിച്ച് എല്ലാവരും നോയമ്പൊക്കെ പിടിച്ച് അങ്ങനെ മതോ ജാതി അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നോയമ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു പണ്ട് ഇഫ്താറിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങും, പള്ളിയിലേക്ക് പോകും, പള്ളിയിൽ നിന്ന് നോയമ്പ് തുറന്നിട്ടാണ് പിന്നെ റൂമിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വിളിച്ചുകൊണ്ട് കരാമയിലേക്ക് വന്ന് ഈ നോയമ്പിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി നോയമ്പ് തുറക്കണത്. അതൊരു വേറൊരു ഫീല് തന്നെയാണ് എന്തായാലും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ഇയറിലൊക്കെ ഒരുപാട് തവണ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പുറത്ത് പോയി നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജോലി തനിക്ക് ശനിയാഴ്ച മാത്രമാണ് നോക്കും. അതെ, അതിനില്ലല്ലോ, മാറ്റിയില്ലേ. ഞങ്ങള് എറണാകുളത്ത് ഇവിടെ പുതിയതിലുണ്ട്. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കുറേ നീട്ടണില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോകണേന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക റമദാൻ കരീം.